Good morning, students. Welcome to a lecture series of quantum mechanics. In this lecture, we will discuss one of the famous principles in quantum mechanics, which is called the correspondence principle. Before that, we will discuss the spectral lines, spectral series of the hydrogen atom using the Bohr theory. നമ്മൾ ഓൾറെഡി ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ആ ഡിസ്കഷനിൽ നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഒറിജിൻ റെപ്രസെൻറ്റ് ചെയ്ത ഫോർമുല എന്ന് പറയുന്നത് 1/λ = -E1 ഡിവൈഡഡ് ബൈ CH ഇൻറ്റു 1/NF² മൈനസ് 1/Ni². കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഇതാണ് അവസാനം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അതിൽ NF എന്ന് പറയുന്നത് 1 ആയാൽ അത് ലൈമൻ സീരീസ് ആയിട്ട് മാറും. NF = 2 ബാൾമർ സീരീസ്. NF = 3 പാസ്റ്റൺ സീരീസ്. ആൻഡ് NF = 4 ബ്രാക്കറ്റ് സീരീസ്. ഈ രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് NF = 5 ഫൺ സീരീസ്. ഈ രൂപത്തിൽ നമുക്ക് ആ ട്രാൻസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. N = 1 എല്ലാ ട്രാൻസിഷനും ഹയർ ലെവലിൽ നിന്ന് N = 1 എല്ലാ ട്രാൻസിഷൻസും നമുക്ക് ലൈമൻ സീരീസ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. N = നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ, ദിസ് ഈസ് കോൾഡ് ദ സീരീസ് ലിമിറ്റ്. ഇത് നമുക്ക് UV റേഞ്ചിലാണ് ലൈമൻ സീരീസ് കിട്ടുക. ബാൽമർ സീരീസിലും N = 2 ട്രാൻസിഷനാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബാൽമർ സീരീസ് എന്ന് പറയുന്നത് വിസിബിൾ റേഞ്ചിലാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക, സ്പെക്ട്രം ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ സീരീസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ N = നിന്ന് N = 2 ട്രാൻസിഷൻ. പാസ്റ്റൺ സീരീസ് എന്ന് പറയുന്നത് N = 3 ട്രാൻസിഷനാണ്. അത് IR റേഞ്ചിലാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക. ബ്രാക്കറ്റ് സീരീസ് എന്ന് പറയുന്നത് N = 4 ട്രാൻസിഷനാണ്, അഗെയിൻ ഇൻ IR. ആൻഡ് ഫൺ സീരീസ് N = 5 അഗെയിൻ ഇൻ IR. അതിൻ്റെ സീരീസ് ലിമിറ്റ് എന്ന് പറയുന്നത് N = നിന്ന് കറസ്പോണ്ടിങ് ലെവലുകളിലേക്കുള്ള ട്രാൻസിഷനെയാണ് നമ്മൾ സീരീസ് ലിമിറ്റ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1900 മുമ്പ് തന്നെ എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്ത ഹൈഡ്രജത്തിൻ്റെ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഒറിജിൻ ക്വാണ്ടം മെക്കാനിക്കലി ബോർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം വളരെ കൃത്യമായിട്ട് ബോർ മോഡൽ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഓർബിറ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഇഷ്യൂവും വളരെ കൃത്യമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബോർ മോഡലിൻ്റെ ബേസിക് പോസ്റ്റ്ലേറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ബോർ മോഡലിൻ്റെ ഇത്. ബോർ മോഡൽ ശരിക്കും പറഞ്ഞാൽ, ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിനി അടുത്ത യൂണിറ്റുകളിലൊക്കെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്സിലേക്കുള്ള ഒരു ട്രാൻസിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ടുള്ള തിയറിയാണ് ബോർ തിയറി എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും അതേപോലെ തന്നെ നോൺ റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഓർബിറ്റുകളെ കുറിച്ചുള്ള കോൺസെപ്റ്റുകളൊക്കെ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ ബോറിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ബോർ പറഞ്ഞത് അറ്റോമിക് വേൾഡിൽ നമുക്കൊരിക്കലും ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് ലോസ് ഉപയോഗിക്കാൻ പറ്റില്ല, അവിടെ പുതിയൊരു ലോ ഉപയോഗിക്കേണ്ടി വരും. മൈക്രോസ്കോപ്പിക് തലത്തിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ല ഉപയോഗിക്കേണ്ടത്, വേറെ തരത്തിലുള്ള കോൺസെപ്റ്റുകൾ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഇത് പിന്നീട് ഡിബ്രോയി ഹൈപ്പോത്തസിസ് ഒക്കെ വന്നപ്പോൾ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ വെച്ചിട്ട് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ബോർ മോഡൽ ഓഫ് ആറ്റം കൃത്യമായിട്ട് ഒരു പരിധിവരെ നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം അനലൈസ് ചെയ്യാനും ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഒറിജിൻ എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ബോർ മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന്, അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കോൺസെപ്റ്റാണ്, ദാറ്റ് ഈസ് കോൾഡ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. സോ
next topic is correspondence principle. Correspondence principle. വളരെ ലളിതമായിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എഴുതാം. ഗ്രേറ്റർ ദ ക്വാണ്ടം നമ്പർ closer quantum physics approaches classical physics. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എന്താ മനസ്സിലായത്? ക്വാണ്ടം നമ്പർ വളരെ ലാർജ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബോർ മോഡൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് ക്വാണ്ടൈസർ ആണെന്നും ആ ഓരോ ഓർബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറിനെ ഇൻഡിജർ വാല്യൂസിനെ നമ്മൾ പറയുന്നത് ക്വാണ്ടം നമ്പേഴ്സ് എന്നുള്ളതാണ്. ഈ ക്വാണ്ടം നമ്പർ വളരെ ലാർജ് ആണെങ്കിൽ ക്ലോസർ ദ ക്വാണ്ടം ഫിസിക്സ് അപ്രോച്ചസ് ദ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് ബേസിക് പ്രിൻസിപ്പിളുകളെ ഉപയോഗിച്ച് കിട്ടുന്ന റിസൾട്ടും ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ബേസിക് ടൂളുകൾ ഉപയോഗിച്ച് കിട്ടുന്ന റിസൾട്ടും സിമിലർ ആണ് എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഹയർ ക്വാണ്ടം നമ്പർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആയിട്ട് മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ക്വാണ്ടം ഫിസിക്സിൽ അപ്ലൈ ചെയ്യുന്ന അണ്ടർലൈങ് പ്രിൻസിപ്പിളുകൾ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ റിസൾട്ടുകളുമായിട്ട് അഗ്രി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. എപ്പോൾ? ക്വാണ്ടം നമ്പർ വളരെ ലാർജ് ആയിരിക്കുന്ന സമയത്ത്. ഓക്കെ, അതാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. ഗ്രേറ്റർ ദ ക്വാണ്ടം നമ്പർ, ക്ലോസർ ക്വാണ്ടം ഫിസിക്സ് അപ്രോച്ചസ് ക്ലാസിക്കൽ ഫിസിക്സ്. ഇവിടെ നമ്മൾ ഓർബിറ്റിൻ്റെ സ്റ്റെബിലിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ നമ്മൾ കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഓർബിറ്റൽ സ്റ്റെബിലിറ്റിയും ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ലെക്ചറിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ബോർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ബേസിക് ടൂളുകൾ സാറ്റിസ്ഫൈ ചെയ്യാത്ത ചില കണ്ടീഷൻസ് ബോർ മോഡലിലുണ്ട്. ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് ഓർബിറ്റൽ സ്റ്റെബിലിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ക്വാണ്ടൈസേഷനുമായി ബന്ധപ്പെട്ട ഇതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഒറിജിൻ ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം ഉപയോഗിക്കാൻ പറ്റില്ല. പ്രധാനമായും ഓർബിറ്റൽ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻസും ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ റുദർഫോർഡിന് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റുദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റമിൽ നിന്ന് ബോർ മോഡൽ ഓഫ് ആറ്റമത്തിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ബോർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സ് അറ്റോമിക് ലെവലിൽ അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അപ്ലിക്കബിൾ അല്ല എന്ന് അദ്ദേഹം അസ്യൂം ചെയ്തുകൊണ്ട് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട രണ്ട് പോസ്റ്റ്ലേറ്റ്സ്, ഒന്ന് ഓർബിറ്റൽ സ്റ്റെബിലിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പോസ്റ്റ്ലേറ്റും അതേപോലെ തന്നെ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഒറിജിനുമായി റെപ്രസെൻ്റ് ചെയ്യുന്ന പോസ്റ്റ്ലേറ്റും എക്സ്പ്ലെയിൻ ചെയ്തത് അദ്ദേഹം അറ്റോമിക് ലെവലിലെ ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സ് വാലിഡ് അല്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ബോർ classical laws of physics are not
applicable in the atomic realm. Okay. ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സ് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ അവിടെയാണ് ഒരു ഇതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻസ്. ഹൈഡ്രജൻ ഒരു ഡിസ്ക്രീറ്റ് സ്പെക്ട്ര അല്ല കിട്ടിയത്, ലൈൻ സ്പെക്ട്രാണ് കിട്ടിയത്. അത് ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. മറ്റത് ഓർബിറ്റൽ സ്റ്റെബിലിറ്റി. ഓർബിറ്റൽ സ്റ്റെബിലിറ്റി ക്ലാസിക്കൽ ഫിസിക്സ് പ്രകാരം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോർ വളരെ കൃത്യമായിട്ട് രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സ് നിങ്ങൾ അറ്റോമിക് റലത്തിൽ അറ്റോമിക് ഡൊമൈനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അറ്റോമിക് റലം അല്ലെങ്കിൽ മൈക്രോ വേൾഡ് എന്ന് പറയും. മൈക്രോ വേൾഡ് ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് വളരെ ഒരു വലിയ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കറിയാം മൈക്രോ വേൾഡിൽ അറ്റോമിക് ലെവലിൽ നമ്മൾ ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സ് അല്ല അപ്ലൈ ചെയ്യുക, മൈക്രോ വേൾഡിൽ ക്വാണ്ടം ഫിസിക്സ് ആണ് അപ്ലൈ ചെയ്യാമെന്നൊക്കെ നമുക്കറിയാം. ക്വാണ്ടം ഫിസിക്സ് മാക്രോ വേൾഡിൽ, അതായത് എവരിഡേ ഓബ്ജക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന അതിൻ്റെയൊക്കെ ഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലാസിക്കൽ ഫിസിക്സ് ആണ്. ഓക്കെ, ക്ലാസിക്കൽ ഫിസിക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്താണെന്ന് ചോദിച്ചാൽ മാക്രോ വേൾഡിൽ എത്തുമ്പോൾ ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു എന്താ പറയുക ഒരു ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു സിസ്റ്റത്തിൻ്റെ ഡൈനാമിക്സ് മാക്രോ വേൾഡിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന റിസൾട്ടിന് ഇക്വലൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം. നമ്മളിവിടെ ബോർ മോഡൽ പ്രകാരം കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ വേറൊരു രീതിയിൽ പറയുന്നു. ക്വാണ്ടം നമ്പർ വളരെ ലാർജ് ആകുമ്പോൾ ക്വാണ്ടം ഫിസിക്സ് അപ്രോച്ചസ് ക്ലാസിക്കൽ ഫിസിക്സ്. അതെങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോ വേൾഡിലെ ക്വാണ്ടം മെക്കാനിക്സും മാക്രോ വേൾഡിലെ ക്ലാസിക്കൽ മെക്കാനിക്സും ആണ് എന്ന് നമുക്കറിയാം. ക്ലാസിക്കൽ മെക്കാനിക്സ് ഒരിക്കലും മൈക്രോ വേൾഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബോർ മോഡൽ ഓഫ് ആറ്റത്തിലെ പ്രധാനപ്പെട്ട കൺസിഡറേഷൻസിലൊന്നും നമ്മൾ ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സ് അല്ല ഉപയോഗിച്ചാണ്. കാരണം ബോർ പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ഓർബിറ്റ് ആവണമെങ്കിൽ നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്സ് ആയിരിക്കണം. അക്കോർഡിംഗ് ടു ബോർ. ആ നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ് ആവാൻ അദ്ദേഹം കൊടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ആംഗുലർ മൊമെന്റം ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നുള്ളതാണ് നമ്മളുടെ പറയുന്നത്. ദാറ്റ് മീൻസ് ആംഗുലർ മൊമെന്റം ഈസ് ക്വാണ്ടൈസ്ഡ്, ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഓക്കെ, അതിനെ തന്നെ വേറൊരു രീതിയിൽ നമുക്ക് n(λ)2πrn എന്നും ഡീബ്രോയി ഹൈപ്പോത്തസിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഓർബിറ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് എല്ലാ ഓർബിറ്റുകളിലും കറങ്ങുന്നില്ല, ചില സർട്ടൻ ഓർബിറ്റുകളിൽ മാത്രമേ റിവോൾവ് ചെയ്യുന്നുള്ളൂ. അത്തരം ഓർബിറ്റുകൾ എന്ന് പറയുന്നത് നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ് ആണ്. അവിടെ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് h/2π ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം ഇപ്പോൾ ഇത് നമുക്ക് ബോർ മോഡൽ അല്ലെങ്കിൽ ക്വാണ്ടം തിയറി എന്നൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ക്വാണ്ടം തിയറി. എന്നാൽ ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് ആക്സിലറേറ്റിംഗ്. ഹിയർ ഇലക്ട്രോൺ, ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹിയർ ഇറ്റ് ഈസ് ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട് ഇത്തരം ഓർബിറ്റുകളിൽ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ. ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റിംഗ്. So it will emit radiations, electromagnetic radiations. Okay,
ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെ ഒരു ബേസിക് കോൺസെപ്റ്റാണ്. അതായത് ഒരു ആക്സലറേറ്റിംഗ് ചാർജ് പാർട്ടിക്കിൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഇവിടെ ഒരു കണ്ടീഷനും കൂടി നമ്മൾ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഫ്രീക്വൻസി ഓഫ് ദ എമിറ്റഡ് റേഡിയേഷൻ will be the integral multiple of frequency of the revolution. എന്താ ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് റവല്യൂഷൻസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫ്രീക്വൻസി ഓഫ് റവല്യൂഷനെ എഫ് എന്നും ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്നത് ഒരു പി എന്ന് പറയുന്ന സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യാം. പി ക്യാൻ ബി ഐദർ 1, 2, 3 എക്സെട്ര. എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ന്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം ഒരു ഇലക്ട്രോൺ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫ്രീക്വൻസി ഓഫ് ദ റവല്യൂഷൻ ഓഫ് ദ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഫ്രീക്വൻസി, നമ്പർ ഓഫ് റവല്യൂഷൻസ് പെർ സെക്കൻഡ്. വളരെ സിമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് ക്ലാസിക്കൽ തിയറി പ്രകാരം നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന കാര്യം. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ബോർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം നമ്മൾ ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കും. ആ ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ അതിൽ ഓർബിറ്റിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത് വളരെ ലാർജ് ക്വാണ്ടം നമ്പർ ഉള്ള ഒരു ഓർബിറ്റ് ആണെന്ന് അസ്യൂം ചെയ്താൽ ഈ ഒരു ക്ലാസിക്കൽ റിസൾട്ട് നമുക്ക് ബോർ മോഡലിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ അവർ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് എന്ന് പറയുന്നത് ദറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ. ബോർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം നമ്മൾ ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാർജ് ക്വാണ്ടം നമ്പേഴ്സിൽ ഇത് അപ്ലൈ ചെയ്യും. അപ്പോൾ ആ ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബോർ മോഡൽ അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് പ്രകാരം നമുക്ക് കിട്ടുന്ന ലാർജ് ക്വാണ്ടം നമ്പറിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ക്ലാസിക്കൽ റിസൾട്ടുമായിട്ട് മാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വളരെ ലാർജ് ക്വാണ്ടം നമ്പേഴ്സ് ആവുമ്പോൾ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാം. നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ് അല്ല, റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ഓർബിറ്റാണ്. ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുക. എന്നാൽ ക്വാണ്ടം നമ്പർ വളരെ ലോ ആണെങ്കിൽ സ്റ്റേബിൾ ഓർബിറ്റ് ആയിരിക്കും, നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ് ആയിരിക്കും. അപ്പോൾ ലാർജ് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ക്വാണ്ടം ഫിസിക്സും ക്ലാസിക്കൽ ഫിസിക്സും ഇക്വിവലൻ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഡിസ്കസ് ചെയ്യും? നമുക്ക് ഈ ഒരു റിസൾട്ടാണ് കിട്ടേണ്ടത്, അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം നമ്മളൊരു nth ബോർ ഓർബിറ്റ് കൺസിഡർ ചെയ്യുക. സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്, ഹൈഡ്രജൻ ആറ്റം കൺസിഡർ ചെയ്താലും മതി. റേഡിയസ് RN എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഈ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്ന് സ്പീഡ് എന്ന് പറയുന്നത് VN ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ബോർ മോഡൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം VN ഇസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4πε0 mRN എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ കണ്ടുപിടിക്കാം. ദിസ് ഈസ് ഫ്രം ബോർസ് തിയറി. നമ്മൾ ബോർ തിയറിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ F is equal to, നിങ്ങൾക്കറിയാം, വെലോസിറ്റി ബൈ അല്ലെങ്കിൽ ഓർബിറ്റൽ സ്പീഡ് ബൈ സർക്കംഫറൻസ് ഓഫ് ദ സർക്കുലർ ഓർബിറ്റ്.
അപ്പോൾ നമുക്കിവിടെ വി എൻ ഡിവൈഡഡ് ബൈ 2πRN എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, which is equation number 2. So the frequency of revolution is Vn divided by 2πR. അപ്പോൾ നമുക്ക് ഈ Rn ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, Vn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, therefore F will be equal to E divided by 2πRN root 4π epsilon naught mRn എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, E ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു റൂട്ട് ഓഫ് 4π എപ്സിലോൺ നോട്ട് എം. ആർയനും ആർയൻ റേസ് ടു 1/2 ആണുള്ളത്. അപ്പോൾ ആർയൻ റേസ് ടു 3/2 വരും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ F will be equal to E divided by 2π root 4π epsilon naught m n square h square epsilon naught divided by pi m e square whole raised to 3/2 എന്ന് എഴുതും. Rn is equal to n square h square epsilon naught ഡിവൈഡഡ് ബൈ പൈ എം ഇ സ്ക്വയർ ആണ്. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്, ബോർ തിയറിയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷനാണ്. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എഫ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ റൂട്ട് പൈ ഉണ്ട്, ഇവിടെ റൂട്ട് പൈ വെട്ടിപ്പോയി. ഇവിടെ ഒരു പൈ ഉണ്ട്, ഒരു ബാക്കി പൈ വരും, അപ്പോൾ ആ പൈയും കൂടി വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഇ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് 4 എന്ത് വരും, 2 വരും. അപ്പോൾ 2 ഇൻറ്റു 2, ഇവിടെ എപ്സിലോൺ റേസ് ടു 3/2 എപ്സിലോൺ റേസ് ടു 1/2 ഉണ്ടാവും. എപ്സിലോൺ റേസ് ടു 3/2 എപ്സിലോൺ റേസ് ടു 1/2. അപ്പോൾ എപ്സിലോൺ നോട്ട് സ്ക്വയർ എന്ന് വരും. എപ്സിലോൺ നോട്ട് റേസ് ടു 3/2 into epsilon naught raised to 1/2. So epsilon naught square എന്ന് വരും. പിന്നെ ഇവിടെ m raised to 1/2 ഉണ്ട്, ഇവിടെ m raised to 3/2 ഉണ്ട് ഈ ടേമിൽ. ആൻഡ് e സ്ക്വയർ ഹോൾ raised to 3/2 എന്ന് പറയുന്നത് e ക്യൂബ് വരും. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ m e raised to 4 ഡിവൈഡഡ് ബൈ 4 ഒരു 1/n സ്ക്വയർ ഉണ്ട് കേട്ടോ. ഇവിടെ 1/n ക്യൂബ് വരും. n സ്ക്വയർ അല്ല, n ക്യൂബ്. n റേസ് ടു 3/2, n സ്ക്വയർ റേസ് ടു 3/2 1/n ക്യൂബ്. സോ 4 m e റേസ് ടു 4 ഡിവൈഡ് 4 എപ്സിലോൺ നോട്ട് സ്ക്വയർ ഒരു ഇവിടെ ഒരു h സ്ക്വയർ ഹോൾ റേസ് ടു 3/2 വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ 1/h ക്യൂബ് എന്ന് വരും. ദിസ് ഇസ് 1/h ക്യൂബ്. അപ്പോൾ h ക്യൂബ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. m e റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 എപ്സിലോൺ നോട്ട് സ്ക്വയർ h ക്യൂബ് ഇൻറ്റു 1/n ക്യൂബ് റെപ്രസെൻറ്റ്. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ, 2 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ m e റേസ് ടു 4 ഡിവൈഡഡ് ബൈ 8 എപ്സിലോൺ നോട്ട് സ്ക്വയർ h ക്യൂബ് ഇൻറ്റു 1/2/n ക്യൂബ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. പക്ഷേ E1 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് m e റേസ് ടു 4 ഡിവൈഡഡ് ബൈ E1 അല്ല, -E1 ആണ്. m e റേസ് ടു 4 ഡിവൈഡഡ് ബൈ 8 എപ്സിലോൺ നോട്ട് സ്ക്വയർ h സ്ക്വയർ എന്നാണ് എഴുതുന്നത്. ഇപ്പോൾ ഒരു h ക്യൂബ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, -E1 ഡിവൈഡഡ് ബൈ h ഇൻറ്റു 2/n ക്യൂബ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 3 കൊടുത്താൽ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. So the frequency of revolution is equal to, from Bohr theory,
frequency of revolution is equal to minus E1 divided by h into 2 by n cube. നമുക്കറിയാം ഒരു ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഒരു ഇനീഷ്യൽ ലെവൽ എൻ ഐ ആണെന്ന് വിചാരിക്കുക, ഫൈനൽ ലെവൽ എൻ എഫ് ആണെന്ന് വിചാരിക്കുക. ഇത് ഹയർ എനർജി ലെവലാണ്. ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എമിറ്റഡ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ ഇ ഐ മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ എച്ച് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദിസ് ഈസ് ദ frequency of the emitted photon or electromagnetic wave. Okay, emitted radiation the frequency ആണ്. So നമുക്ക് ഇങ്ങനെ അറിയാം, when an electron jumps from an initial level to final level, the frequency of photon emitted is nu is equal to ei minus ef divided by h. ഇത് ബോർ മോഡലിൽ നിന്ന് നമ്മൾ 1/λയ്ക്ക് ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. Minus E1 divided by CH into 1 by NF square minus 1 by NI square. Okay. അപ്പോൾ C by lambda എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂ is equal to C by lambda. അപ്പോൾ minus E1 divided by H into 1 by NF square minus 1 by NI square. Okay, so we can write nu is equal to minus E1 divided by H into 1 by NF square minus 1 by NI square. Equation number 5 എന്ന് കൊടുക്കും. This is the frequency of the photon emitted. This is also from Bohr theory എന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ എടുക്കുന്ന ട്രാൻസിഷൻ എൻ ഐയും എൻ എഫും വളരെ ലാർജ് ആണെന്ന് വിചാരിക്കാം. സപ്പോസ് എൻ ഐ ആൻഡ് എൻ എഫ് ആർ വെരി ലാർജ്, വളരെ ഹയർ ലെവലാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 9999, 9998 ആ റേഞ്ചൊക്കെയാണെന്ന് നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്താണ്. അത്രയും ഹയർ ലെവലിലാണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ എൻ ഐയും എൻ എഫും വളരെ ലാർജ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എൻ എഫിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എൻ ഐ മൈനസ് പി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത്, ഈ കേസിൽ പി എന്ന് പറയുന്നത് 1 ആയിരിക്കും. So in general P can be 1, 2, 3 etc. എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ എൻ ഐക്ക് പകരം എൻ എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എൻ എഫ് എന്ന് പറയുന്നത് എൻ മൈനസ് പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതെടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ന്യൂ വിൽ ബി ഈക്വൽ ടു minus E1 divided by H 1 by n minus p the whole square minus 1 by n square. സിംപ്ലിസിറ്റിക്ക് വേണ്ടി എൻ ഐ എൻ എഫ് മാറ്റി വേറൊരു റെപ്രസെൻറ്റ് എന്നിലേക്ക് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് E1 ഡിവൈഡഡ് ബൈ എച്ച് എൻ സ്ക്വയർ ഇൻറ്റു എൻ മൈനസ് പി ഹോൾ സ്ക്വയർ. എൽ സി എടുക്കുന്നു, ഇവിടെ എൻ സ്ക്വയർ മൈനസ് n minus p whole square. So that is equal to minus E1 divided by h bracket n square minus n square minus p square plus 2np divided by n square into n minus p the whole square. So nu will be equal to minus E1 divided by h into 2np minus p square divided by
n square into n minus p the whole square. Okay. നമ്മളിവിടെ കൺസിഡർ ചെയ്തത് എന്താ? എൻ മൈനസ് പിയും എന്നും എൻ മൈനസ് പി ഒക്കെ ലാർജ് ആണെന്നാണ് കൺസിഡർ ചെയ്തത്. പി എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു ട്രാൻസിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ ഐ എന്ന് പറയുന്നത് 9999 എൻ എഫ് എന്ന് പറയുന്നത് 9998 ആണെങ്കിൽ പി എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. പി ഇവിടെ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ മൈനസ് പി ദ ഹോൾ സ്ക്വയർ ഈസ് അപ്രോക്സിമേറ്റ്ലി ടേക്കൻ ആസ് എൻ സ്ക്വയർ ആൻഡ് 2np minus p square is approximately taken as 2np. So nu will be equal to minus E1 divided by h into 2np divided by n square into n square. So that is equal to minus E1 divided by h 2p by n cube എന്ന് വന്നു. ഇക്വേഷൻ നമ്പർ 6 നോക്കുക. ഇക്വേഷൻ നമ്പർ 6. ഇപ്പോൾ 2 ഇക്വേഷനാണ് കിട്ടിയത്. ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ എന്ന് പറയുന്നത് മൈനസ് E1 ഡിവൈഡഡ് ബൈ h ഇൻറ്റു 2 ബൈ n ക്യൂബ് എന്ന് നമുക്ക് കിട്ടി. പിന്നെ ലാർജ് ക്വാണ്ടം നമ്പറിന് ന്യൂ എന്ന് പറയുന്നത് എമിറ്റഡ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മൈനസ് E1 ഡിവൈഡഡ് ബൈ h ഇൻറ്റു 2p ബൈ n ക്യൂബ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. സോ ഇതിൽ നിന്ന് നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു പി എഫ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പി എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. പി ഈസ് ആൻ ഇൻറ്റീജർ. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയി. എന്ത്? വെൻ n ഈസ് ലാർജ് frequency of the emitted radiation is equal to integral multiple of frequency of the revolution. This is classical mechanics. Classical electromagnetic theory basic concept ആണ്. അപ്പോൾ എന്തായി? ഇനി n ലാർജ് അല്ലെങ്കിലോ ഈ രണ്ട് റിസൾട്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ ജനറലി ഇങ്ങനെ എഴുതാൻ പറ്റുക. ന്യൂ ഇസ് ഈക്വൽ ടു minus E1 divided by h into 1 by nf square minus 1 by ni square എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എൻ എഫും അല്ലെങ്കിൽ n മൈനസ് പി ദ ഹോൾ സ്ക്വയർ, ഇങ്ങനെ n മൈനസ് പി ദ ഹോൾ സ്ക്വയർ മൈനസ് 1 by n സ്ക്വയർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ രണ്ട് റിസൾട്ടും തമ്മിൽ ലാർജ് ഡിഫറൻസ് സ്മോൾ ക്വാണ്ടം നമ്പറുകളിൽ കാണാൻ പറ്റും. അത് എത്രയാണെന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ n is equal to 2 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 4, ഇത് ഇക്വേഷൻ നമ്പർ 6 ആണല്ലോ. അപ്പോൾ n is equal to 2 ആണെങ്കിൽ ന്യൂ എന്ന് പറയുന്നത് പി എഫ് വരണമെന്നില്ല. പി നമുക്ക് പി is equal to 1 ചൂസ് ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പോൾ n is equal to 2 എന്ന് പറയുമ്പോൾ n is equal to 2ൽ നിന്ന് n is equal to 1ലേക്കുള്ള ഒരു ട്രാൻസിഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്തു. ആ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഈ റിലേഷൻ പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുമ്പോൾ ലാർജ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷനും മാച്ച് ചെയ്യുന്നതായി കാണാൻ പറ്റില്ല. ഇവിടെ P1 ആയതുകൊണ്ട് ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷനും ഫ്രീക്വൻസി ഓഫ് റേഡിയേഷനും ഈക്വൽ ആയിട്ട് വരില്ല. ഏകദേശം 300% ഡിഫറൻസ് n is equal to ഡിഫറൻസ് ഈ രണ്ട് എക്സ്പ്രഷൻസും തമ്മിലുണ്ടാവും. ഏത് ഇവിടെ എഴുതിയ മൈനസ് E1 ഡിവൈഡഡ് ബൈ h ഇൻറ്റു 1 by n മൈനസ് പി ദ ഹോൾ സ്ക്വയർ മൈനസ് 1 by n സ്ക്വയർ. P1 ആണെങ്കിൽ നമ്മളിത് ചൂസ് ചെയ്യുമ്പോൾ ലാർജ് ക്വാണ്ടം നമ്പേഴ്സ് അല്ല സ്മോൾ ക്വാണ്ടം നമ്പേഴ്സിൽ ലാർജ് ഡിഫറൻസ് 300% ഒക്കെ ഉണ്ടാവും. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇഫ് n ഈസ് 10,000 this discrepancy is only
0.01%. സി അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂ ഈക്വൽ ടു പി എഫ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ദ എമിറ്റഡ് റേഡിയേഷൻ ഈസ് ഈക്വൽ ടു ഇൻ ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫ്രീക്വൻസി ഓഫ് ദ റെവല്യൂഷൻ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ബേസിക് റിസൾട്ട് വന്നു. അപ്പോൾ ക്വാണ്ടം നമ്പർ ലാർജ് ആവുമ്പോൾ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന ക്ലാസിക്കൽ ഫിസിക്സ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഗ്രേറ്റർ ദ ക്വാണ്ടം നമ്പർ, ക്ലോസർ ദ ക്വാണ്ടം ഫിസിക്സ് approaches classical physics. So the requirement for the equivalence of quantum physics and classical physics is large quantum number. Clear? ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയാൻ പ്രധാനമാണ്. ഇത് ബോർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതുകൊണ്ടാണ് ബോർസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബോർ ശരിക്കും അതിൻ്റെ റിവേഴ്സ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ റിവേഴ്സ് ഓർഡറിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഓർബിറ്റൽ സ്റ്റെബിലിറ്റി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആദ്യം യൂട്ടിലൈസ് ചെയ്ത ഫോർമുല എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഈസ് -E1 ഡിവൈഡഡ് ബൈ h ഇൻറ്റു 2/n³ എന്ന് പറയുന്ന ഫ്രീക്വൻസി ഈ എക്സ്പ്രഷനിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സ്പ്രഷനിൽ നിന്ന് അദ്ദേഹം ഓർബിറ്റൽ സ്റ്റെബിലിറ്റിക്കുള്ള കണ്ടീഷനായിട്ട് പ്രൂവ് ചെയ്തത് MVnRn is equal to 2πRn അല്ലെങ്കിൽ nh/2π എന്നുള്ള കണ്ടീഷൻ പ്രൂവ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു അത് നമുക്ക് തിയറി നമ്മളുടെ സിലബസിൽ അത് പഠിക്കാനില്ലാത്തതുകൊണ്ടും ആ ഒരു മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ബോർസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കി ഒരു കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കട്ടെ. ഓർബിറ്റൽ സ്റ്റെബിലിറ്റി നമ്മൾ രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. n λ = 2πRn എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. നമുക്കറിയാം ഡീബ്രോയി തിയറിയിൽ നിന്ന് λ = h/mv ആണ്. സോ λ അല്ലെങ്കിൽ n λ = nh/mv is equal to 2πRn. അപ്പോൾ എന്ത് വന്നു? v എന്നുള്ളത് vn എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ എന്ത് വരും? അപ്പോൾ MVnRn is equal to nh/2π എന്ന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും. MVn ഇങ്ങോട്ട് പോകുന്നു, 2π ഇങ്ങോട്ട് വരുന്നു. സോ MVnRn is equal to nh/2π. അപ്പോൾ ഇത് രണ്ടും ഇക്വലൻ്റ് ആണ്. ഡിബ്രോയി ഹൈപ്പോത്തസിസ് പ്രകാരം നമ്മൾ ഓർബിറ്റൽ സ്റ്റെബിലിറ്റി നമ്മൾ ഈ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യും. അത് തന്നെയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർബിറ്റൽ സ്റ്റെബിലിറ്റി ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റിലേക്ക് എത്തുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ക്ലിയറായി എന്താണ് ബോർ മോഡൽ എന്ന് ക്ലിയറായി, ബോർസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ക്ലിയറായി, ബോർ മോഡലിൻ്റെ ഡിഫറെൻറ്റ് എനർജി ലെവൽസുകളുടെയും ഓർബിറ്റൽ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ സ്പെക്ട്രൽ ലൈൻസിൻ്റെയൊക്കെ തിയറി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബോർ മോഡൽ ഓഫ് ആറ്റം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ ചെറിയൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ന്യൂക്ലിയർ മോഷൻ, അതായത് ന്യൂക്ലിയസിൻ്റെ മോഷനും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബോർ എനർജി ലെവൽസിനുണ്ടാകുന്ന വേരിയേഷനാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.